ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, മധ്യാഹ്ന വേളയ്ക്കായിട്ട് സ്തോത്രം. ഈ ഈ ബോധം ഞങ്ങൾക്ക് നൽകണമേ. ഇവിടെ കർത്തൃദാസിനെ കുടുംബത്തെയും അനുഗ്രഹിക്കണം. പാർക്കുന്ന കർത്തൃദാസിയെ തലമുറകളെ അനുഗ്രഹിക്കണം. അതിഥികളായിട്ടും ഒക്കെ കടന്നു വന്നിരിക്കുന്നവരുടെ പേര് കൃപ ലഭിക്കണമേ, സ്വീകരിക്കണമേ. പുത്രനെ ഞങ്ങൾക്ക് മഹത്വപ്പെടുത്തണമേ. ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനയും ദയമൂലം കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. നമ്മുടെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഞാൻ പാർക്കുന്ന ഭവനത്തിൽ നടക്കുകയാണ്. അതിൽ അല്പം തിരക്കുണ്ടായിരുന്നു. വണ്ടിയല്ല, ടാക്സി. പ്രൈവറ്റ് വണ്ടി മുതലാളിയുടെ ഓട്ടത്തിന് മാത്രം പോകും. അത്യാവശ്യം മുതലാളിയുടെ ഭാര്യയോ പിള്ളേരോ അല്ലെ മുതലാളി പറയുന്നത്. എന്നാൽ ടാക്സി അങ്ങനല്ല. സ്റ്റാൻഡിൽ കിടക്കുക, ആര് വിളിച്ചാലും നിങ്ങൾ യോജിക്കത്തില്ലായിരിക്കും, അതെനിക്ക് വിഷയമല്ല. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ഒരിക്കൽ കൂടി കരം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ ചോദിച്ചാൽ ക്രിസ്തുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോർ പ്രിയരെ, നാം എന്തു ഭാഗ്യമുള്ളോർ. നാഥന്റെ കാൽ ചുവടു നാടോറും പിന്തുടരാൻ മാതൃകയായി താൻ, നല്ല മാതൃകയായി താൻ. നാഥന്റെ കാൽ ചുവടു നാടോറും പിന്തുടരാൻ മാതൃകയായി താൻ, നല്ല മാതൃകയായി താൻ. ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോ പ്രിയരെ, നാം എന്തു ഭാഗ്യമുള്ളോ. നാഥന്റെ കാൽ ചുവടു നാൾതോറും പിന്തുടരാൻ മാതൃകയായി താൻ, നല്ല മാതൃകയായി താൻ. നാഥന്റെ കാൽ ചുവടു നാൾതോറും പിന്തുടരാൻ മാതൃകയായി താൻ, നല്ല മാതൃകയായി താൻ. ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോ പ്രിയരെ, നാം എന്തു ഭാഗ്യമുള്ളോ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കും. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗമാണ് വായിച്ചത്. ഈ വാക്യം വേറെപ്പെട്ട ദൈവമക്കളിൽ ഒരു 99% ആൾക്കാർക്ക് മനപാഠം. പക്ഷെ ചിലര് തെറ്റിച്ചാ ഇത് പറയുന്നത്. മിക്കവരും പറയുന്നത് ആഭിചാരം യാക്കോബിന് പറ്റുകയില്ലെന്ന് ആദ്യം പറയുന്നത്. പക്ഷെ അങ്ങനല്ല, പറ്റുകയില്ലെന്ന. നമ്മളെ ചിലത് വേദപുസ്തകം വായിക്കത്തില്ല, ആരെങ്കിലും പറയാൻ കേട്ടോണ്ടാണ്. ഈ താറാവ് വെള്ളത്തിൽ ചാടുമ്പോല ആദ്യത്തെ താറാവ് ചാടി പുറകെ വിടുന്ന താറാവല്ലാന്ന് ചാടുക. അപ്പം പുറകെ ചാടി താറാവിനോടേക്ക് അന്യത്തിനായ അത് കുഞ്ഞു ചാടി വേണ്ടി ഞാനങ്ങ് ചാടിയതാണ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചില വാക്യങ്ങളൊക്കെ ശ്രദ്ധിക്കത്തില്ല, നോക്കത്തില്ല, കേട്ടുകേൾവി അനുസരിച്ച് അങ്ങ് പറയും. എന്തായാലും ഉള്ള ഈ വാക്യങ്ങൾ മിക്കവർക്കും മനപാഠമാണ്. പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഈ വാക്യങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. വിശേഷിച്ച് നമ്മുടെ പെന്തിക്കോസ്തുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അല്പം പോരാട്ടമുള്ള വീടോ സ്ഥലമോ ദേശമോ ഒക്കെ ആണെങ്കിൽ മിക്കവാറും ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക പതിവാണ്. അന്യാരാധന ഉള്ള ഒരു ഏരിയയിലാണ് പാർക്കുന്നെങ്കിൽ സൂക്ഷം എന്ന് ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കും. കുടുംബത്തിൽപ്പെട്ട ചിലര് രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ടില്ല, മറ്റു നിലകളിൽ ജീവിക്കുന്നവരാണെങ്കിൽ ചിലര് ഈ വാക്യം നന്നായിട്ട് ഉരുവിട്ട്
പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പൊ ഞാന് ഓർപ്പിച്ചത് ഈ വാക്യം ഒട്ടുമിക്ക ആൾക്കാർക്ക് മനഃപാഠമാണ്. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗമാണ്. ആവികാരം യാക്കോബിന് പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ സന്ദർഭം, പശ്ചാത്തലം വേദപുസ്തകം വായിക്കുന്ന ധ്യാനിക്കുന്ന എല്ലാവർക്കും തിട്ടമാണ്. ഈ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ വന്നിരിക്കുന്ന പലർക്ക് ഇപ്പോഴും ചിന്താഗതിയുണ്ട്. അവരാവിചാരം ചെയ്തു, അവര് ശുദ്ധം ചെയ്തു, അവര് ചെയ്തത് കൊണ്ടാണ് ഞങ്ങളൊന്നും ഗതി പിടിക്കാതെ കിടക്കുന്നത്. പിന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാന് പ്രവചന ശുശ്രൂഷയ്ക്ക് എതിരല്ല. ആ ശുശ്രൂഷ ചെയ്യുന്നയാളും ചെയ്തിട്ടുള്ളയാളും അതിൽ വിശ്വസിക്കുന്നയാളും എന്ന വേദപുസ്തകത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അത് നിന്നു പോകും, പക്ഷെ ഇതുവരെ നിന്നിട്ടില്ല. എന്നാൽ ആ ശുശ്രൂഷയെല്ലാം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നയാളെ. എന്നാൽ ഈ പേരിൽ അനേകര് പലരെയും മുതലെടുക്കാറുണ്ട്. വീടുകളിലേക്ക് വന്ന് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സഭയിൽ വന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോഴുണ്ട് അവർ ചെയ്തിട്ടുണ്ട്, ഇവർ ശുദ്ധം ചെയ്തിട്ടുണ്ട്, അവർ ആഭിചാരം ചെയ്തിട്ടുണ്ട്, അതാണ് നിങ്ങൾ ഈ രക്ഷപ്പെടാതെ ഇരിക്കുന്നത്. പിന്നെ പ്രാർത്ഥിച്ച് പലതും കാണുന്നു കേൾക്കുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പൊ ഇത് വിശ്വസിച്ച് ഇടപെടുന്ന ചെറിയ ആൾക്കാരുമുണ്ട്. സ്വന്തം സഹോദരങ്ങൾ കൂടോത്രം ചെയ്തെന്ന് പറഞ്ഞ് സഹോദരങ്ങളെ ഭിന്നിപ്പിച്ച സമയവും വീടുമൊക്കെ എനിക്കറിയാം. സ്വന്തം സഹോദരങ്ങൾ പെറ്റതല്ല കൂടോത്രം ചെയ്തെന്ന് പറഞ്ഞ് അമ്മയെ അന്വേഷിക്കാതെ വീട് വിട്ടുപോയ ആൾക്കാരുണ്ട്. ഇതിലെ ഈ ദൂതിന്റെ വെളിച്ചത്തിലായി പോകുന്നു. പെറ്റതല്ല പ്രവാചകൻ വന്ന് പറഞ്ഞു, തള്ള നിങ്ങൾക്കെതിരെ, ആ തള്ളയ്ക്ക് എഴുന്നേറ്റ് പോലും നടക്കാൻ വേണം. അപ്പൊ ഇത് മകൻ അത്ര വിശ്വാസമില്ലെങ്കിലും മരുമകളെ സൂക്ഷം വിശ്വസിക്കും. കാരണം ഈ പേര് പറഞ്ഞ് തള്ളയെ അന്വേഷിക്കാതെ വീട്ടിൽ നിന്ന് പോകുകയും. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങളുടെ മുഖമൊന്നും കറക്കരുത്. ഞാൻ കൃത്യം 1 മണിയാകുമ്പോൾ നിർത്തും. കാരണം വൈകിട്ട് ഞങ്ങളുടെ വീട്ടിൽ യോഗ ഉള്ളതുകൊണ്ട് എനിക്ക് നേരത്തെ പോവുകയും ചെയ്യും. നിങ്ങൾ സൂചി പിടിച്ച് തിരിക്കരുത് 1 മണിയിലോട്ട്. അത് അതിന്റെ പരുവത്തിന് വന്നോളൂ. അപ്പൊ ശ്രദ്ധിക്കില്ല, യാക്കോബിന് പറ്റത്തില്ല. പക്ഷെ യാക്കോബ് എങ്ങനെ ആയിരിക്കണം? ആ ഭാഗം ഇന്ന് രാത്രി, ഇന്ന് പകല് അല്പസമയം നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയപരിധിയിൽ നിന്ന് നമുക്ക് ശാന്തമായിട്ട് ധ്യാനിക്കാം. ഇത് സംഖ്യാപുസ്തകത്തിലാണ് ഈ പദം നമ്മൾ വായിച്ചത്. സംഖ്യാപുസ്തകം, ആ പേര് കേൾക്കുമ്പോൾ അറിയാം കണക്കെടുക്കുന്ന പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം സകലത്തിന്റെ ഉൽപ്പത്തി, പുറപ്പാട് ദൈവജനത്തിന്റെ പുറപ്പാട്, ലേവ്യ പുസ്തകം പുറപ്പെട്ട ജനത്തിന്റെ ആരാധനയുടെ ക്രമങ്ങൾ, സംഖ്യാപുസ്തകം ഇങ്ങനെ ആരാധിച്ച് ദൈവത്തെ സേവിക്കുന്ന ആൾക്കാരെ എണ്ണി തിട്ടപ്പെടുത്തിയ പുസ്തകമാണ് സംഖ്യാപുസ്തകം. എന്നെ നിങ്ങളെ എല്ലാം ദൈവം എണ്ണിയിട്ടുണ്ട്. സ്തോത്രം. എല്ലാവരും ദൈവം എണ്ണി വെച്ചിരിക്കുക. ഇനി ഈ തിരുവചനം തന്നെ പഠിപ്പിക്കുന്ന നമ്മെ മാത്രമല്ല എണ്ണിയിരിക്കുന്നത്, നമ്മുടെ തലമുടി പോലും ദൈവം എണ്ണി വെച്ചിരിക്കുക. ഇത്ര പ്രായം കൊണ്ട് എത്ര മുടി പൊഴിഞ്ഞെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ സർവജ്ഞനായ ദൈവം അതെല്ലാം കുറിച്ചു വെച്ചിരിക്കുക. തലയിലെ മൂടികളുമല്ല നിർണയമാവെണ്ണി അറിയുന്നു അമ്മേ എൻ തലയിലെ മൂടികളുമല്ല നിർണയമാവെണ്ണി അറിയുന്നു ഒന്നാകിൽ നിലത്തു വീണിടണമെങ്കിൽ ഒന്നാകിൽ നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനായി സാധ്യമായിടൂ അമ്മേ ഉന്നതനായി സാധ്യമായിടൂ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മെ മാത്രമല്ല എണ്ണിയിരിക്കുന്നത്, നമ്മുടെ തലമുടി പോലും ദൈവം എണ്ണി തിട്ടപ്പെടുത്തുന്നത്. ഇവിടെ പലരും പലരെയും എണ്ണാനല്ല, എണ്ണത്തുമില്ല. എന്നാൽ ദൈവം ആരെയും മറക്കത്തില്ല. സ്തോത്രം. ഈ സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ 2 സ്ഥലത്ത് വെച്ചാണ് ദൈവം തമ്പുരാൻ ഇവരെ എണ്ണിയെന്നാണ് 26-ാം അധ്യായത്തിന്റെ 63 എന്ന് വായിച്ചു. സംഖ്യ 26-ന്റെ 63 2 സ്ഥലത്ത് വെച്ചാണ് എണ്ണിയത്. യെരിഹോവിന് സമീപത്ത് യോർദാനിരിക്കെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ
മോശയ്ക്കും പുരോഹിതനാകുന്ന എലിയാസനെ എണ്ണിയവർ ഇവർ തന്നെ. ആ എണ്ണിയ കണക്കാണ് മേളിലത്തെ അധ്യായങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. എണ്ണിയവർ ഇവർ തന്നെ. അടുത്തത്, എന്നാൽ മോശയ്ക്കും അഹ്റോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവരെണ്ണിയവരിൽ ഒത്തിയൊരുത്തരും ഇവരുടെ കൂട്ടത്തിൽ കണ്ടില്ല. ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, എണ്ണിയ പുള്ളി ഒടുവിലില്ലായിരുന്നു. അവർ രണ്ട് സ്ഥലത്ത് വെച്ച് ഇവരെ എണ്ണി. ഒന്ന് സീനായി മരുഭൂമിയിൽ വെച്ച് ഇവരെ ഒന്നെണ്ണി. മോവാബിൽ വന്നപ്പോൾ ഇവരെ യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ വെച്ചു എണ്ണി. രണ്ട് സ്ഥലത്ത് വെച്ച് എണ്ണി. അപ്പോൾ ആദ്യം എണ്ണിയവരിൽ ഒറ്റയൊരുത്തനും ഒടുക്ക എണ്ണിയപ്പം കണ്ടില്ല, എണ്ണിയ പുള്ളിയില്ല. ആദ്യം ഇവരെ എണ്ണിയത് ആരൊക്കെയാണ്? ആദ്യം എണ്ണിയപ്പം നിങ്ങൾ ആരും അവിടെ ഇല്ലെന്നുള്ളത് എനിക്കറിയാം. നിങ്ങള് പ്രയാസപ്പെടരുത്. പക്ഷെ വേറെ ദിവസത്തിൽ എഴുതിയിട്ടുണ്ട്. ആദ്യം എണ്ണിയത് ആരൊക്കെ കൂടിയാ? നിങ്ങൾ എന്തേലും ഒന്ന് പറ, നമുക്ക് പോകണ്ടേ? നന്നായിട്ടൊന്ന് ആദ്യം എണ്ണിയതും രണ്ടാമത് എണ്ണിയതും അതാണ്. ഇവരെ ആദ്യം എണ്ണിയത് മോശയും അഹ്റോനും കൂടെ ചേർന്നാണ് എണ്ണിയത്. ആ വിഷയം ഇവിടെ താഴെ മേളിലുമായിട്ടാണ് എഴുതിയേക്കുന്നത്. നിങ്ങൾ ഇത് വായിക്കുന്നവരാന്നോ ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് അറിയാൻ ഞാനത് ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഈ മഴ പറഞ്ഞിരിക്കോ കൊടി കിട്ടുന്നു. അതുകൊണ്ടൊന്ന് അങ്ങനെയാന്ന് ഇനി അങ്ങോട്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ ആദ്യം എണ്ണിയത് മോശയും അഹ്റോനും കൂടെ ചേർന്നാണ് എണ്ണിയത്. ഒടുക്കം എണ്ണിയത് മോശയും എലിയാസറും കൂടാ. പക്ഷെ അത് വിഷയം ഇവിടെ താഴെ മേലുമായിട്ടാണ് എഴുതിയേക്കുന്നത്. അതാ തെറ്റിപ്പോയത്. അപ്പൊ ആദ്യം എണ്ണുന്നത് ചെങ്കടലിൽ കടന്നങ്ങോട്ട് വരുന്ന പ്രാരംഭ സമയത്താണ് എണ്ണുന്നത്. ഒടുവിൽ എണ്ണുന്നത് യോർദാൻ കിടക്കുന്നതിന് മുമ്പ് എണ്ണുക. എന്റെ ഭാഷ പറഞ്ഞ സ്നാനപ്പെട്ടതിന് ശേഷം ഒന്ന് എണ്ണി അങ്ങ് കനാനിൽ പ്രവേശിക്കുന്നതിന് മുന്നേ ഒന്നും കൂടെ എണ്ണി. അപ്പൊ സ്നാനപ്പെട്ടപ്പോൾ എണ്ണിയത് മോശയും അഹ്റോനും കൂടെ ചേർന്ന് എണ്ണി. കനാനിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എണ്ണിയപ്പോൾ അഹ്റോനില്ല, മോശയും എലിയാസറും കൂടെ ചേർന്ന് എണ്ണി. അതാ ഞാൻ പറഞ്ഞ ആദ്യം എണ്ണിയതിൽ ഒറ്റ ഒരുത്തനും ഒടുക്ക എണ്ണിയപ്പോ ഇല്ല, എണ്ണിയ പുള്ളി ഒടുവിൽ ഇല്ല. നമ്മള് ആത്മാക്കളെ എല്ലാം നേടി വെച്ച് നമുക്ക് പോകാൻ പറ്റില്ലെങ്കിലോ ആ ഗതികേട് വരരുത്. അവിടെ പ്രവർത്തനം, ഇവിടെ പ്രവർത്തനം, പരിമേല വർക്കം, മിഷൻ, ദേശനെ, പരസ്യയോഗം, ഇതൊക്കെ നല്ലതാ. പുതിയ വേല, ഞായറാഴ്ച സഹായം കഴിഞ്ഞാൽ ഉടനെ നമ്പറുമായിട്ട് ഇപ്പോഴൊക്കെ പണ്ടൊക്കെ അങ്ങനെ പരസ്യം, ഇതൊക്കെ നല്ല കാര്യമാണ്. ഇതെല്ലാം നമ്മൾ ട്രാക്ട് അടിക്കുന്നു, വീടുകളിൽ കൊണ്ട് കൊടുക്കുന്നു, ആശുപത്രി കൊടുക്കുന്നത് നല്ല കാര്യമാണ്. ഇതെല്ലാം ചെയ്ത് വെച്ച് നമുക്കങ്ങ് പോകാനെത്തില്ലെങ്കിലോ. കാനോച്ചൻ പറഞ്ഞൊരു കാര്യം ഞാൻ കടമെടുത്ത് പറയാം. അച്ഛൻ പണ്ട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നീ എല്ലാവരും ഒന്നും നേടിയില്ലെങ്കിലും നീ നിന്നെ നേടിക്കോ. എല്ലാവരും ഒന്നും നേടാൻ എത്തില്ലെങ്കിലും നിന്നെ നേടിക്കോ. സ്തോത്രം. പഴയ പാട്ടുകളാണ് ഇഷ്ടം. പുതിയ പാട്ടുകള് ഒന്നും അറിയത്തുമില്ല. അറിയാത്തതിന്റെ കാര്യം താല്പര്യമില്ലാത്തതാണ് പഠിക്കാത്ത. എന്നാൽ പുതിയ പാട്ടെല്ലാം മോശമല്ല, ചില പാട്ടുകൾ നല്ലതുമാണ്. എങ്കിലും കൂടുതലും പഴയ പാട്ടുകളാ പാടുന്നത്. അത് പാടുമ്പോൾ ഒരു ചൈതന്യം എനിക്കുണ്ടാകാറുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓരോരുത്തർക്കും ചിലർ അങ്ങനെയും ചിലർ ഇങ്ങനെയും നാമല്ല പുസ്തകത്തിൽ വായിക്കും. അപ്പൊ അതുകൊണ്ട് പഴയ പാട്ടുകൾ കുറച്ചുകൂടെ അർത്ഥസമ്പുഷ്ടവുമാ. പാടുമ്പോൾ ഒരു പ്രത്യേക ആത്മീയ അന്തരീക്ഷം വരാറുണ്ട്. അപ്പൊ CS മാത്യു പാടിയ ഒരു പാട്ടിന്റെ വരിക, നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി തീർന്നിടല്ലേ വീടോടടുത്തു. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി തീർന്നിടല്ലേ വീടോടടുത്തു. നിത്യ വീട്ടിലെത്താൻ
ഇനി അല്പദൂരം മാത്രമേയുള്ളൂ നിത്യ വീട്ടിലെത്താൻ, ഇനി അല്പദൂരം മാത്രമേയുള്ളൂ. ആ സമയം പാഴാക്കാതെ ഒരുങ്ങിടുക, ആ സമയം പാഴാക്കാതെ ഒരുങ്ങിടുക. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധി. എക്കാര്യം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമൻ ഉരച്ചവൻ ഒരു നാളും മറക്കുകയില്ല. എക്കാര്യം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമൻ ഉരച്ചവൻ ഒരു നാളും മറക്കുകയില്ല. ഒരല്പസമയം കൂടെ ഉള്ളു, അത് നഷ്ടപ്പെടുത്തി കളയരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എല്ലാവരെയും നേടി നല്ല കാര്യം നമ്മൾ അങ്ങ് ചെല്ലണം. അതെ, 2 സ്ഥലത്ത് വെച്ച് വരെ ദൈവം എണ്ണി. അപ്പോൾ ആദ്യം എണ്ണിയവരിൽ ഒറ്റ ഒരുത്തിന് ഒടുക്ക എണ്ണിയപ്പോൾ കണ്ടില്ല. അതാണ് സംഖ്യാപുസ്തകം എണ്ണം എടുക്കുന്ന പുസ്തകം. ഇവര് മിസ്രയീമിന് പുറപ്പെട്ട് യാത്ര ചെയ്ത് ഏതാണ്ട് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ച് ഇവർ യാത്ര ചെയ്ത് ഇങ്ങനെ വരിക. ഈ ഭാഗമാണ് സംഖ്യാപുസ്തകത്തിൽ കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ യാത്ര ചെയ്ത് മിസ്രയീമിലെ റമസേസിൽ ഇറങ്ങി സുക്കോത്തിൽ കയറി, പിന്നെ ഈദാര് ചെങ്കടല് അക്കരെ കയറി ഷോറിൽ വന്നു, മാറയിൽ വന്നു, യലീമിൽ വന്നു, സീനിൽ വന്നു, റബ്ത് ഷേക്കിൽ വന്നു, ആലൂഷിൽ വന്നു, രബീദീമിൽ വന്നു. ഇങ്ങനെ യാത്ര ചെയ്ത് വരികയാണ്. ഇങ്ങനെ ഇവര് യാത്ര ചെയ്ത് വന്ന് താവളങ്ങൾ അടിച്ച് ഇവിടെ മോവാബ് സമഭൂമിയിൽ വന്ന് ഇസ്രായേൽ മക്കൾ പാളയം അടിച്ചു. മോവാബ് സമഭൂമി. അപ്പോൾ ഇസ്രായേൽ മക്കൾ മോവാബ് സമഭൂമിയിൽ വന്ന് പാളയം അടിച്ചപ്പോൾ ആ നാട്ടിലെ രാജാവാകുന്ന ബാലാക്ക് ഇവരുടെ താവളവും പാളയവും അല്ലെ പാർപ്പും പോക്കും വരവും കണ്ട് ഭയപ്പെട്ടു. അവരെല്ലാവരും പേടിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. വായിച്ച് 22-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് യെരിഹോവിന് സമീപത്ത് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ അടുത്തത് ഇസ്രായേൽ മക്കൾ അമോര്യരോട് ചെയ്തതൊക്കെയും സിഫോനിന്റെ മകനായ ബാരാക്ക് അറിഞ്ഞു. ജനം വളരെ ആയിരുന്നത് കൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. മോവാബ് രാജാവും മിദ്യാന്യ മൂപ്പന്മാരുടെ കാളവയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ ജാതി ഈ ജനം നമ്മളെ നക്കിക്കളയുമെന്ന് പറഞ്ഞ് ഭയപ്പെട്ടു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ മോവാബ് സമഭൂമിയിൽ വന്ന് പ്രാണയമടിച്ച് പരന്നു കിടക്കുക. ആ നാട്ടിലെ നാട്ടുരാജാവാകുന്ന ബാരാക്ക് പേടിച്ച് ഭയപ്പെട്ടു. ഭയപ്പെടാൻ കാര്യം ഇവര് അമോര്യരോട് ചെയ്തതെല്ലാം ഇവരറിഞ്ഞു. പണ്ടൊക്കെ എല്ലാ കാര്യവും അറിയത്തില്ലെങ്കിലും ചില കാര്യങ്ങൾ കേട്ടറിവും പഴയ ആൾക്കാർ പറഞ്ഞു. പണ്ട് പെന്തിക്കോസുകാർ ഒരു ബഹുമാനവും ഭയവും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പെന്തിക്കോസുകാരൻ ആ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുക, അല്ലെങ്കിൽ കട സാധനം മേടിക്കാൻ വന്നാൽ മറ്റൊരാള് പെട്ടെന്നൊരു അനാവശ്യം പറയത്തില്ല. അത് പറയട്ടെ പാചകമാണ് നിൽക്കുന്നത്. ഇപ്പോഴോ ഇപ്പം പാപച്ചാനാ അനാവശ്യം ആദ്യം പറയാൻ. മറ്റവർ പിന്നെയും പറയും പാച്ച അങ്ങനെ പറയാം, നിങ്ങൾ പെന്തിക്കോസിലല്ലേ. നമുക്കിപ്പോ ഒരു ഗുണദോഷം തരിക. നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണോ അതോ മനസ്സിലാകണം? പണ്ട് നമ്മൾ നിന്നാൽ അവര് അനാവശ്യമൊന്നും പറയത്തില്ല. സ്ഥലവും സമയവും ഒന്നും ഞാൻ പേര് ഒന്നും പറയാനില്ല. പണ്ടൊരു കോടതി കേസ് വന്നു. നമ്മുടെ ഒരു ഉപദേശിയാ, അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിന് വക്കീലൊന്നുമില്ല, വാദിക്കാൻ പൈസയൊന്നുമില്ല, ഒരു പരമാർത്ഥിയ. അപ്പോൾ എതിർകക്ഷികൾക്ക് വക്കീലായി ഒരു വാദിച്ച കാര്യങ്ങളെല്ലാം. അപ്പൊ ഈ ന്യായാധിപന് മനസ്സിലായി ഇദ്ദേഹം നിരപരാധിയാണ്. എങ്കിലും ഒടുവിൽ ചോദിച്ചു, പ്രതിക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ കോടതിയിൽ? അപ്പോൾ ആ ഭക്തനായ മനുഷ്യൻ ആ കോടതി ബഹുമാനിച്ചു പറഞ്ഞു, പഴയ ആളാ. അദ്ദേഹം പറഞ്ഞു, ന്യായാധിപനെ നോക്കിയിട്ട് പറഞ്ഞു, ഏമാനെ ഞാനൊരു പെന്തിക്കോസുകാരനാ, കള്ളം പറയുകയായിരുന്നു പറഞ്ഞു. 10 വാക്കേ പറഞ്ഞു.
ആ ന്യായാധിപൻ മൗനം ദീക്ഷിച്ചിരുന്ന് കുറച്ച് കാര്യം കൂടെ ചിന്തിച്ചിട്ട് അദ്ദേഹം കൽപ്പന കിട്ടും. അദ്ദേഹം നിരപരാധിയെ വിട്ടേക്കാൻ പറഞ്ഞു. ഞാനൊരു പെന്തിക്കോസുകാരനാ, ഞാൻ കള്ളം പറയുകയല്ല. ഇന്നെങ്ങാനും നമ്മൾ ഇന്ന് കോടതിക്കകത്ത് അങ്ങനെ പറഞ്ഞാൽ ഞാനൊരു പെന്തിക്കോസുകാരൻ, നിന്നെ കാണാനിരിക്കുകയായിരുന്നു, നീ നാളെ ആ ബ്ലേഡ് വിഷയത്തിൽ അതിന് തർക്കം, അന്യന്റെ വസ്തു കൊടുക്കാതെ നീ വേലി കെട്ടി തിരിച്ച് ഇതിനെ പറ്റി ഇവിടെ കംപ്ലൈന്റ് പറഞ്ഞത് നിങ്ങൾ എന്തേലും പറ. നീ ചേട്ടന് വഴിയുമായിട്ട് വഴക്കുണ്ടാക്കി അവന്റെ വസ്തു കൊടുക്കാതെ പിടിച്ചു വെച്ച അവസാനം കോടതി കേസുമായി അടി ഉണ്ടാക്കി നീ വേറെ സഭയിലും പോയി. നിന്നെ പറ്റി ഇവിടെ പാളയത്തല്ലേ അതുകൊണ്ട് നമ്മൾ അധികം പറയാതിരിക്കുന്നതായിരിക്കും. അതാ കുറച്ചുകൂടെ നല്ലതെന്നാ എന്റെ അഭിപ്രായം. സ്തോത്രം, സ്തോത്രം. മോവാബിനേക്കാൾ വളരെ ഭയപ്പെട്ടു. കാരണം ഇസ്രായേൽ മക്കളെ പറ്റിയുള്ള ഭയം ഇവർക്കുണ്ടായി. ഒരു കാര്യം പെന്തിക്കോസുകാരോട് പറയാം, പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരെ അന്നിരുന്നും ഭയമാണ്. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, വേർപാടും വിശുദ്ധിയും നീതിയും വിശ്വസ്തയോടെ ജീവിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുന്ന ഭക്തന്മാരെ അന്നും ഭയമായി, ഇന്നും ഭയമാണ്. ഞാൻ പറയുന്ന ഭാഷ അല്പം കടുപ്പ് മാറി. അല്ലാത്തവരെ കാര്യന് വില വെക്കുകയല്ല. ഓട്ടോക്കാരന് നിന്നെ ഇടിപ്പിക്കാൻ പോകും. നീ അവിടെ ബസ് കയറാൻ നിൽക്കും, പെട്ടെന്ന് വെട്ടിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇടിപ്പിക്കാനല്ല, എന്നാലും നിന്നെ അത്രയ്ക്ക് ബഹുമാനമാണ്. സ്തോത്രം, ദൈവത്തിന് മഹത്വം. എന്നാൽ വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, നീതിയോടെ, പരമാർത്ഥതയോടെ വേദപുസ്തകത്തിന്റെ പ്രമാണപ്രകാരം അവന് മോനെന്താ മോനെ പറഞ്ഞ് ഇടിപ്പിച്ചെന്നാണോ പറഞ്ഞത്? ഏതാണ്ട് പറഞ്ഞു നിങ്ങൾ തമ്മിൽ എന്തോ പ്രസംഗം എറിക്കുന്നില്ല. ആര് പറഞ്ഞു? ഞാനിതിന് ശരിയാകുന്നില്ല. ദൈവത്തിന് മഹത്വം. ഇവിടെ പേരും പ്രശസ്തി, സ്ഥാനവും മാനവും സ്വത്തും ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും നല്ല സാക്ഷ്യത്തോടെ നിന്നോ. യോബിന്റെ പുസ്തകം വായിക്കുന്ന പട്ടണത്തിന്റെ മൂപ്പന്മാർ യോബിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുമെന്ന് ബഹുമാനമാണ്. സ്തോത്രം, ബഹുമാനമാണ്. സ്തോത്രം. ഞാനത് പൊതുവിൽ പറയുന്നത് മോശമാണ്, എന്നാലും അങ്ങ് പറയുക. പണ്ട് കുമ്പനാട് നമ്മുടെ ബംഗ്ലാവിൽ ഒരു കേസ് തീർക്കുന്ന സമയമാണ്. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. സാറപ്പച്ചനുള്ള കാലത്താണ്. അപ്പൊ അദ്ദേഹത്തിന് എതിരായിട്ട് നമ്മുടെ സഭയിൽപ്പെട്ട ആൾക്കാർ തന്നെ അന്ന് എതിരായി. പേരൊന്നും ഇപ്പൊ പറയുന്നില്ല. പഴയ ആൾക്കാർക്ക് ഞാൻ പറയുന്ന കാര്യം കുറച്ചുകൂടെ ബോധ്യപ്പെടും. വെറുതെ ഇനി എന്നെ കൊണ്ട് പേരൊന്നും പറയിപ്പിക്കാം. അപ്പൊ എതിര് നിൽക്കുന്ന ആൾക്കാരും കുറഞ്ഞ പുള്ളിക്കാരല്ല, പ്രഗത്ഭന്മാരാണ്. അന്ന് സാറപ്പച്ചന്റെ കൂടെ ആത്മാർത്ഥമായി നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, അതിലൊരാളാണ് പാസ്റ്റർ CK ദാനിയേൽ അവർ. പിന്നെ സന്തത സെക്രട്ടറി ആയിരുന്നല്ലോ മല്ലപ്പള്ളി പൊടിക്കുഞ്ഞപ്പച്ചൻ. അതൊക്കെ ഉണ്ണുണ്ണി സാറിന്റെ കൂടെ കുഞ്ഞാപ്പിച്ചായ, ചെറിയ ചായ. എന്നാൽ എതിർ വിഭാഗം ചിലരുണ്ടായിരുന്നു. അവരുടെ പേരൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അപ്പൊ കുമ്പനാട് ബംഗ്ലാവിൽ വെച്ച് കോടതി കുമ്പനാട്ടാക്കി എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റ് വരുന്ന കോടതിയാണ്. അദ്ദേഹം നേരത്തെ വന്നു. അപ്പം ഉണ്ണുണ്ണി സാർ അവർ സാറപ്പച്ചൻ അകത്തിരിക്കുക. കോടതി കൂടി, മജിസ്ട്രേറ്റ് ഉണ്ട്, ചുമതലപ്പെട്ടവരെല്ലാവരും ഉണ്ട്. എതിർഭാഗം കക്ഷികൾ നേരത്തെ ഹാജരായി. അപ്പോൾ അകത്തോട്ട് ആള് പോയി. സാറദ്ദേഹം വരണമെന്ന് പറഞ്ഞു. ഞാനിത് കണ്ടില്ല. അന്നുണ്ടായിരുന്ന ആൾ എന്നോട് വളരെ തിട്ടമായിട്ട് പറഞ്ഞതാണ്. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അടുത്ത കാലത്ത് 102 വയസ്സുണ്ടായിരുന്നു, മരിച്ചുപോയി. എന്നോട് പറയാ, K. എബ്രഹാം അവർ അകത്ത റൂമിൽ നിന്ന് തന്നെ ഡ്രസ്സുമൊക്കെ ഇട്ട് വടിയൊക്കെ പിടിച്ച്
ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ മജിസ്ട്രേറ്റ് തന്നെ എഴുന്നേറ്റു. ഇത് നിർമ്മിത കഥയല്ല. സാറപ്പച്ചനകത്ത് ഇങ്ങോട്ട് വഴിയായിട്ട് അന്ന് ക്ഷീണിതനാ ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ മജിസ്ട്രേറ്റ് വരെ എഴുന്നേറ്റു. സ്തോത്രം. നമ്മുടെ കാര്യം ഒന്നും പറയാതിരിക്കുന്നതാ. നമ്മളെ വഴിയെ പോകുന്ന പട്ടിക്ക് പോലും പട്ടി നിന്നെ കാണുമ്പം ആയത്തിലാ കുലയ്ക്കുന്നത്. ഞാൻ പരമാർത്ഥമൊന്നും പറയില്ല. സ്തോത്രം. ഇവിടെ വലിയ സ്ഥാനവും മാനവും ഒന്നും ലഭിച്ചില്ലെങ്കിലും ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ട്. ചില പ്രയോഗമുണ്ട് അതെ. അപ്പൊ ഇസ്രായേൽ മക്കളെ പറ്റിയുള്ള ഭയം മോവാബിൽക്കുണ്ടായി. മോവാബ് ഭയപ്പെട്ടു. നമുക്ക് ഭയമാ. അപ്പൊ മിഥ്യാഞ്ചി മൂപ്പന്മാരുമായിട്ട് ഇവര് കൂടി ആലോചിച്ചു, ഇവരെ നമുക്ക് ഒതുക്കണമല്ലോ. ഇവര് കാളവയലിലെ പുല്ല് നക്കി കളയുന്നത് പോലെ എല്ലാവിധ ആവശ്യങ്ങളും നല്ലതു ചെയ്യുന്നതായുന്ന എല്ലാവിധ ആവശ്യങ്ങളും നല്ലതു ചെയ്തു തരുന്ന എല്ലാ മുട്ടും തീർത്ത നല്ല കർത്താവിന് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുവോ. അവരെല്ലാം മുട്ടും തീർത്ത നല്ല കർത്താവിന് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുവോ. അപ്പൊ മിഥ്യാഞ്ചി മൂപ്പന്മാരുമായിട്ട് ബാലാഖ് കൂടി ആലോചിച്ചു, ഈ ജനത്തെ നമുക്ക് ഒതുക്കണം, ഇവരെ നശിപ്പിക്കണം. എന്തായാലും മാർഗം. അപ്പം മിഥ്യാഞ്ചി മൂപ്പന്മാര് പറഞ്ഞു, നമ്മൾ യുദ്ധം ചെയ്താലൊന്നും അവരെ ജയിക്കാനൊക്കത്തില്ല. അവരുടെ മാനുഷികമായ രീതിയിൽ പോയാൽ ജയിക്കാനൊക്കത്തില്ല. കാര്യബലത്തിലൊന്നും നേടാനൊക്കത്തില്ല. കരുത്തന്മാരാ. അപ്പൊ ചോദിച്ചു എങ്ങനെ ഇവരെ ഒന്ന് ഒതുക്കുന്നത്? അപ്പൊ പല അഭിപ്രായം വന്ന് ഒടുവിൽ ഒരു ഏകകണ്ഠമായ അഭിപ്രായത്തിലെത്തി. ഇവരെ ഒതുക്കാൻ ഒറ്റ മാർഗമുണ്ട്. ഇവിടെ അടുത്തൊരു പ്രവാചകനുണ്ട്, പുള്ളിയെ നമുക്ക് കൊണ്ടുവരണം. അപ്പൊ ചോദിച്ചാൽ പുള്ളിയെ കൊണ്ടുവരണം. പുള്ളിയെ കൊണ്ടുവന്ന പുള്ളി രാവി കൊല്ലുമെന്ന് പറഞ്ഞു. ഇവനെയല്ല, പുള്ളി ശപിച്ച ശാപമാണ്. അങ്ങനെ അനുഗ്രഹത്തിന്റെ വയസ്സൊന്നും പുള്ളി അധികം പറയല്ല, മുഴുവൻ പിരാക്കോ അലപ്പുക. അപ്പൊ അതുകൊണ്ട് ആ പ്രവാചകൻ ബിലയാമിനെ നമുക്ക് കൊണ്ടുവന്ന് ഇവരെല്ലാം ശപിച്ച് ഒതുക്കണം. അപ്പൊ എല്ലാവരും കൂടെ തീരുമാനിച്ചു അങ്ങനെ ആട്ടെ. അങ്ങനെ ബിലയാമിന് ആള് വിട്ടു. നിങ്ങൾക്ക് ഭാഗം അറിയാവുന്ന അധികം വിവരിക്കണ്ടല്ലോ. ബിലയാമിനെ ആള് വിട്ട് ഒരു ജാതി, ഒരു വംശം, ഒരു ജനതയിൽ വന്ന് മോവാബിൽ പടർന്ന് കിടക്കുക. നീ വന്നവരെ പ്രയാതി കൊല്ലണം. ബാലാഖ് രണ്ടുപേരെ വിട്ടു. അപ്പൊ ഈ ഭൃത്യന്മാര് വന്ന് ബിലയാമിനെ ക്ഷണിച്ചപ്പോൾ ബിലയാം പറഞ്ഞു, ഞാന് ശുശ്രൂഷയ്ക്ക് വിളിച്ച ഉടനെ പോകത്തില്ല, പ്രാർത്ഥിച്ച് നോക്കിയിട്ട് നിങ്ങളെ ഇവിടെ വിശ്രമിക്കും, ഞാൻ വൈകിട്ടൊന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ബിലയാം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു പോകണ്ട. ബിലയാം രാവിലെ വന്ന് അവരോട് പറഞ്ഞു, നടത്തിട്ടില്ല, നിങ്ങൾ അങ്ങ് പോകുക, ഞാൻ വരുന്നില്ല. അവര് തിരിച്ചു വന്ന് ബാലാഖിനോട് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലില്ല, പുള്ളി പ്രാർത്ഥിക്കുന്നതല്ല. ഞങ്ങൾ ചെന്ന് ഡേറ്റ് പറഞ്ഞു, പുള്ളി പറഞ്ഞ് പ്രാർത്ഥിച്ച് നോക്കട്ടെ. പുള്ളി പ്രാർത്ഥിച്ച് നോക്കിയപ്പം പുള്ളിയോട് ദൈവം പറഞ്ഞ് പോകണ്ട, അതുകൊണ്ട് പുള്ളി വരുന്നില്ല. അപ്പൊ ഈ ബാലാഖിന് കുറച്ച് ബുദ്ധിയുള്ളവന്. ബാലാഖ് ഉടനെ ഇവരിൽ മാന്യന്മാരെ ചെറിയ അയച്ചു, കുറച്ച് സമ്മാനവും കൂടെ കൊടുത്തു. കൂടെ നമ്മുടെ ഭാഷ പറഞ്ഞ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഉള്ളവരെ അയച്ചു, സമ്മാനമെല്ലാം കൊടുത്തു. സമ്മാനം കണ്ണു കുരുടാക്കുമെന്നുണ്ടല്ലോ. ഇവര് കഴുതപ്പുറത്തുമായിട്ട് സമ്മാനമൊക്കെ ആയിട്ട് വീണ്ടും ബിലയാമിനെ വിളിച്ചു. ബിലയാം ഇവരെയും കണ്ട്, കഴുതയും കണ്ടു, സമ്മാനമെല്ലാം കണ്ട്, അതിന്റെ കണക്കിനുണ്ട്. അപ്പൊ ബിലയാമിന്റെ ചെറിയ പൊടി താല്പര്യമൊക്കെ വന്നു. പുള്ളി പറഞ്ഞ്, നിങ്ങളുടെ കയ്യിൽ എനിക്ക് ഒന്നുകൂടെ പ്രാർത്ഥിച്ചു നോക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പെന്തിക്കോസുകാരുമുണ്ട്. തലേന്നൊരു പ്രവാചകൻ വന്ന് പുള്ളിയായിട്ട് പ്രാർത്ഥിച്ചു. പുള്ളി പറഞ്ഞു, വീട് ഇപ്പൊ പണിയുന്നതായിട്ട് കാണുന്നില്ല. പിറ്റേന്നൊരു പ്രവാചകൻ വന്നു, പുള്ളിയോട് ഒന്നുകൂടെ പ്രാർത്ഥിച്ചു. അങ്ങനെ പുള്ളി പറഞ്ഞു, വീട് ഇപ്പൊ തന്നെ പണിയുന്നതായിട്ടാ.
കുഴഞ്ഞു. തലേന്ന് വന്ന പുള്ളി പറഞ്ഞ് പണിയുന്നതായിട്ട് കാണുന്നില്ല. പിറ്റേന്ന് വന്ന പുള്ളി പറഞ്ഞു ഉടനെ പണി. മൂന്നാം ദിവസം വന്ന പുള്ളിയോട് പറഞ്ഞു ഒന്നുകൂടെ പ്രാർത്ഥിച്ച് നോക്കാം. പുള്ളി പറഞ്ഞു നിങ്ങൾ വീട് പണിയുന്നതായിട്ട് നിങ്ങളന്ന് എന്നാ ചെയ്യും പറ. എന്നാ ചെയ്യാനോ കുഴഞ്ഞല്ല. അവസാനം പറഞ്ഞ ആരെയും നമ്മുടെ ചുസൂടിക്ക് വിളിക്കണം, നമ്മുടെ പാസ്റ്റർ മാത്രം അങ്ങ് ഇവിടെ വിനയാമിന് തന്നെ പറഞ്ഞു നിങ്ങൾ മെയിൻ ചെയ്യും ഒന്നുകൂടെ പ്രാർത്ഥിക്കട്ടെ. പുള്ളി ഒന്നുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ബിലിയാം അവിടെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ ബിലിയാം പറയാം, ബാലാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും ഞാൻ ദൈവത്തിന്റെ കൽപ്പന വിട്ട് ഏറെ കുറേ ഒന്നും. ആ വാക്യം ഒന്ന് വായിച്ചേ. ബിലിയാം ബാലാക്കിന്റെ ഭൃത്യന്മാരോട് ആ ബാലാക്ക് തന്റെ ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും ബാലാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും എനിക്ക് ദൈവത്തിന്റെ കൽപ്പന വിട്ട്. ഈ ആ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കും ഈ ബിലിയാമിന് വെള്ളിയോടും പൊന്നിനോടും ഒന്നും വലിയ താല്പര്യമുള്ള ആളല്ലെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഞാൻ അതിന് ഉദാഹരണമായിട്ട് പറയാറുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മള് ഹോസ്പിറ്റലിൽ ഇപ്പൊ എല്ലാവരും ചികിത്സ ചെയ്യുന്നവരായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധനയൊക്കെ നടത്തുമ്പോൾ ചില രോഗങ്ങൾ അറിയത്തില്ല എന്തുവാണ്. അതിനെ സ്കാൻ ചെയ്യുന്നു. ഡോക്ടർ പറയുന്ന സ്കാൻ ചെയ്തിട്ട് സ്കാനിങ് മെഷീനിൽ തെളിയും ചിലത്. ഇനിയിപ്പം ഈ ആതുര ശുശ്രൂഷ ഒക്കെ ബിസിനസ് ആയതുകൊണ്ട് ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞാൽ ഞാനങ്ങ് പറയുക, നമുക്ക് ചില പൈസ ചെലവാകും. എന്നാൽ ഒരു 3 സ്ഥലത്തെങ്കിലും സ്കാൻ ചെയ്യുന്നതാ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഡോക്ടർമാർ തന്നെ പറയും, നമ്മൾ ചോദിക്കും ഡോക്ടർ എവിടെയാണ് സ്കാൻ ചെയ്യുന്നത്? അതായത് ഇവിടെ നമ്മളുടെ വെളിയോട് ഇറങ്ങാൻ വേണ്ട വലത്ത് വശത്ത് 3ാമത് ഇവർ നമുക്ക് ധാരണയുള്ളതുകൊണ്ടാണ്. നമ്മൾ പിന്നെ ഡോക്ടറുമായിട്ട് റോഡൊക്കെ ഉണ്ടാക്കാതിരിക്കാൻ അവിടെ ചെയ്തേക്കണം. ചെയ്തേച്ച് ആരുടെ 10 രൂപ കടം മേടിച്ചാലും വേറെ 2 സ്ഥലത്തൂടെ 3 റിപ്പോർട്ട് ഒന്നും ഒരേ ലെവലിലാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് അതായിരിക്കും ബുദ്ധി. അല്ലാതെ ഒരു ഡോക്ടർ പറയുന്നത് കേട്ടുകൊണ്ട് തന്നെ സ്കാൻ ചെയ്താൽ ഒരു അസുഖവും ഇല്ലാത്ത നിന്നെ കീറും, അകത്തിരിക്കുന്നൊക്കെ അവരെടുത്തോണ്ട് പോകും. മനസ്സിലായോ? അതായത് ഇതിൽ പറഞ്ഞത് ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ പിന്നെ കുഞ്ഞമ്മാമയ്ക്ക് തീരെ വയ്യ, ഏതാണ്ട് എല്ലാവരും എടുത്തോണ്ട് അവർ വേറെ സ്ഥലത്തോട്ട് അയച്ചു. പുള്ളിക്കാരിക്ക് ഇപ്പം ഭക്ഷണത്തിനോടും വലിയ ഇത് ബിസിനസ്. അതുകൊണ്ടാണ് ഞാൻ തമാശയായിട്ട് പറഞ്ഞതായി. നിങ്ങളിപ്പോഴത്തെ ഹോസ്പിറ്റലിൽ തന്നെ പനിയായിട്ട് തന്നെ എത്ര ടെസ്റ്റാ? ഒരു ചെറിയ ചാവലത്തിൽ തീരാനുള്ളത് ഉള്ളു. ഇത് കഴിഞ്ഞ് പനിക്കുള്ളത് കൊടുക്കുന്നത് എന്നാ പറഞ്ഞത്? പാരാസെറ്റമോൾ. അത് തീരാനുള്ളതേ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞ് തിരിഞ്ഞിരുന്ന് ചോദിച്ചു നാക്ക് നിർത്തിക്കും. നാക്ക് നിർത്തി ശ്വാസം വലിച്ചിട്ട് ഒരൊറ്റ പാരാസെറ്റമോൾ തീരേണ്ടതാണ്. അതിനായി വലിച്ചുപിടിയില്ലേ? വലിച്ചുവിട്ട് കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഈ ഹുങ്കുള്ള ഈ എന്തായാലും പറയുന്നത് ഗവൺമെന്റ് പറയുന്ന ആൾക്കാർ ഉണ്ട്. ഡ്രൈവർ ഉണ്ട്. അപ്പം ഡോക്ടർ മനസ്സിലായി ചില പിടിപ്പുള്ള വച്ചോന്നെയാ. പിന്നെ ഡോക്ടർ ചോദിച്ചു എവിടാ വീട്? എന്റെ വീട് കൊട്ടാരക്കര എവിടാ? അപ്പൊ നമുക്കൊരു താല്പര്യം ഇവിടെ നല്ല മര്യാദയുള്ള ഡോക്ടർ. മക്കളൊക്കെ ഉണ്ട് 4 പേര്. എവിടാ? മൂത്തവൻ കാനഡ. അപ്പൊ ഡോക്ടർ മനസ്സിലായി ബിൽഡിംഗ് പണിക്ക് തള്ളേനെ അവര് അവിടെ വേറെ പ്രായം പണിതോണ്ടിരിക്കുക. മറ്റു പിള്ളേരൊക്കെ ഒരുത്തന്നെ കാലിഫോർണിയയിൽ. മനസ്സിലായി? കൊച്ചമ്മ ജമ പറയുന്നതാണ്. ഞാൻ ചെറിയ കൊച്ചമ്മയല്ല, വാളകത്തെ അന്നേരം അവന് മനസ്സിലായി. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെല്ലാം എഴുതുക. നമ്മൾ ഈ ആധാരം എഴുതുമ്പോൾ നമ്മുടെ മുഖത്തോട് നോക്കി എഴുതുക. 18 കൂട്ടം കൊള്ളുക. ഒറ്റ പാരാസെറ്റമോൾ തീരണ്ട.
അങ്ങോട്ട് കയറി കിടന്നോളാൻ പറയും. അപ്പം അല്ല സെറിഞ്ഞ് കൊണ്ടുവന്ന് വെച്ച് കുത്തിയിട്ട് മുഴുവൻ ബ്ലഡ് എടുക്കുക. ചെറിയ ചെറിയതിനകത്ത് കൊണ്ടെല്ലാം നിറച്ചാർച്ച് കൊണ്ടുപോകാൻ മുഴുവൻ പരിശോധന. ഇതെല്ലാം ബിസിനസ്സാണ്. ഞാന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ ഓർപ്പിക്കാത്ത ചതിക്കപ്പെടരുത്, അതിനായി പറയുന്നത്. ഇപ്പൊ നിങ്ങൾ പരസ്യമൊക്കെ കണ്ടിട്ടില്ലേ? നിങ്ങൾ പരസ്യം ശ്രദ്ധിച്ചേ. സൗജന്യമായിട്ട് കണ്ണ് പരിശോധന, സൗജന്യമായ കണ്ണാടി കടക്കാരുമായിട്ട് ഒരു ധാരണ. സൗജന്യമായ നമുക്ക് ഈ സൗജന്യം വാങ്ങി കേൾക്കുമ്പോൾ ഇടിച്ചു കയറും ആൾക്കാർ. മറ്റടുത്ത് പോയാൽ 50 രൂപ കൊടുക്കണ്ടേ? ഇവിടെ ആകുമ്പോൾ 50 രൂപ 50 രൂപ കൊടുക്കാതിരിക്കാൻ 300 രൂപയുടെ ഡീസൽ അടിച്ചാ പോകുന്നത്. എന്നാലും 50 രൂപ കൊടുക്കണ്ടല്ലോ. വാഹനം ഓടിക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിച്ച, ടോളിന്റെ അവിടെ ചെന്നാൽ 70 രൂപ കൊടുക്കണം. അതിന് വേറെ വഴി കൂടെ അതിലെ പോയപ്പോ 600 രൂപ ഡീസൽ. ഇത് 70 കൊടുത്തിരുന്ന പെട്ടെന്ന് അതിന് മനുഷ്യന്റെ പ്രകൃതിയാണ്. അപ്പൊ സൗജന്യ കണ്ണ് ചികിത്സ നേത്ര സംബന്ധിച്ച് അപ്പൊ അവിടെ നോക്കി എല്ലാം വെച്ച് നോക്കി എല്ലാം നോക്കിയോ. പിന്നെ അവർ പറയുന്നത് ഇടത്തേക്കടന്ന് ചെറിയ ഭാര്യ ഭർത്താവും കൂടാ പോയത്. ഭർത്താവിന് കുഴപ്പം ഇല്ല, അപ്പൊ എനിക്ക് കുഴപ്പമില്ല, 50 രൂപ ലാഭം. ഭാര്യനെ നോക്കിയപ്പോ ഇടത്തെ കണ്ണിന് ഉണ്ടെ അവരെ അടക്കമാണ്. ഇത് അധികം നാട് പോയ വലത്തെ കണ്ണിന്റെ കാഴ്ചയും കൂടെ ബിസിനസ്സാണ് ഇത്. അതുകൊണ്ടായി പറയുന്നത്. ഉടനെ നമ്മൾ മനുഷ്യനല്ലേ, എന്തുവാണ് മാറണം? ഒരു കണ്ണാടി കാണുന്നു ഇപ്പം വെക്കുന്ന ഇത് ഇങ്ങനെ ഇരുന്നാൽ അത് പിന്നീട് ഞരമ്പിന് ഒരു ഞരമ്പ് ഇങ്ങനെ പിരിഞ്ഞാ വരുന്നത്. അതായത് പണ്ടേ 2 ഞരമ്പ് പിരിഞ്ഞ്, കാരണം എന്നും പ്രശ്നക്കാരില്ല. ഡോക്ടർ പറഞ്ഞു ഒരു ഞരമ്പ്. അതിനെന്നാ മാർഗം കണ്ണട വെക്കണം. കണ്ണട വന്ന് അവര് തന്നെ കുറിച്ചു. ഫ്രെയിമിന് ഇത്ര, കണ്ണടയ്ക്ക് ഇത്ര, എല്ലാം കൂടെ 25,000 രൂപ. മര്യാദയ്ക്ക് വീട്ടിൽ 2 പേരുടെ പാടി പ്രാർത്ഥിച്ചു വരുന്നതാണ്. ആ പേപ്പർ വായിച്ചു പോയിട്ട് സൗജന്യമായിട്ട് 50 രൂപ ലാഭിക്കാൻ പോയപ്പം 25,000 രൂപ. ബിസിനസ് ആകുന്നത് ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വിഷയത്തിൽ തരാം. ഈ ബിലിയാം പൊതുവിൽ പറഞ്ഞ് എനിക്ക് മാലാഖ് ഗൃഹം വരച്ച് വെള്ളിയും പൊന്നും തന്നാലും എന്റെ ദൈവത്തിന്റെ കൽപ്പന വിട്ട് ഏറെയോ കുറയോ ഒന്നും പറയാനും ചെയ്യാനും എനിക്ക്. അപ്പൊ ഈ ഡയലോഗ് കേട്ടാൽ നമുക്ക് പുള്ളിക്ക് വെള്ളിയോട് മുന്നോട്ട് ഒരു താല്പര്യവും. പക്ഷേ സർവജ്ഞനായ ദൈവം ഇവന്റെ ഹാർട്ട് സ്കാൻ ചെയ്തു. ബിലിയാമിന്റെ ഹാർട്ട് സ്കാൻ ചെയ്തപ്പോൾ 2 റിപ്പോർട്ട് ഒരുപോലെ. 2 സ്ഥലത്ത് സ്കാൻ, ഞാൻ പറഞ്ഞ 2 സ്ഥലത്തെങ്കിലും പറഞ്ഞത് സ്കാൻ ചെയ്യണമെന്ന്. 2 സ്ഥലത്ത് സ്കാൻ ചെയ്തപ്പം സെയിം റിപ്പോർട്ട്. നിങ്ങൾ 2 വാക്യം ഒന്ന് വായിച്ചേ. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 ഒന്ന് വായിച്ചേ. ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവർത്തിക്കാരുടെ ദണ്ഡനത്തിനും ദുഷ്പ്രവർത്തിക്കാരുടെ. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-16. ബെയോരിന്റെ മകനാകുന്ന ബിലിയാമിന്റെ വഴിയിൽ. അടുത്തത്, അവൻ അനീതിയുടെ കൂലി. അനീതിയുടെ കൂലി കൊതിച്ചു. ദൈവത്തിന്റെ മഹത്വം. അവരോട് വായിക്കുന്നത് അനീതിയുടെ കൂലി കൊതിച്ചു. സംഖ്യാപുസ്തകത്തിൽ പറയുന്നത് ബാലാഖ് എനിക്ക് ഗൃഹം വരച്ച് വെള്ളിയും പൊന്നും തന്നാലും എനിക്ക്. പക്ഷെ ഇവന്റെ ഹാർട്ട് സ്കാൻ ചെയ്തപ്പോ കൂലി കൊതിച്ചിരിക്കുകയാണ്. യൂദായുടെ ലേഖനം 11-ാം വാക്യം വായിച്ചേ. 2-ാമത്തെ സ്കാൻ റിപ്പോർട്ട്. യൂദ 11. ഇതിന് മേലിന്റെ തപ്പണ വെളിപ്പാട് പുസ്തകത്തിന് തൊട്ട് പറയില്ല.
അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലിയാമിന്റെ വചനം അവിടെ കൂലി കൊതിച്ചെന്ന. അപ്പൊ സംഖ്യാപുസ്തകം 22-23 പഠിക്കുമ്പോൾ വെള്ളിയോട് പൊന്നിയുടെ താല്പര്യമില്ലെന്ന പുള്ളിയുടെ ഡയലോഗ്. പക്ഷെ സർവജ്ഞാന ദൈവം ഹാർട്ട് സ്കാൻ ചെയ്തപ്പോ 2 റിപ്പോർട്ട് ഒരുപോലെ. അത് മുഴുവൻ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലബുദ്ധിയാണ്. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക. പൗലോസ് പറഞ്ഞില്ല, ആ പാവകളിൽ ഒന്നാമെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നാം പ്രതിയാക്കുക. മൈക്ക് കിട്ടിക്കഴിയുമ്പോ, പുൽപ്പറ്റ് കിട്ടിക്കഴിയുമ്പോ ഞാനും എന്നെ പോലുള്ള പലരും, അല്ലെങ്കിൽ പൊതുവിൽ പലരും നല്ല ഡയലോഗ് പറയും. എനിക്ക് ദൈവമക്കളെല്ലാം ഒരുപോലാണ്, വേറുകൃത്യം ഒന്നുമില്ല, എനിക്കെല്ലാവരും ഒരുപോലെ. വെറുതെയാണ്. ഞാൻ ആദ്യം ഞാൻ പ്രതിയായല്ലോ. സ്തോത്രം. ഞാൻ അധികം വിവരിക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നല്ലതുപോലെ എന്നെ നിങ്ങളെ സ്കാൻ ചെയ്യുന്ന ഒരു സർവജ്ഞനായ ദൈവമുണ്ട്. മൈക്ക് കിട്ടുമ്പോൾ, പുൽപ്പറ്റ് കിട്ടുമ്പോൾ, സ്റ്റേജ് കിട്ടുമ്പോൾ എല്ലാവർക്കും കസർത്ത് നടത്താം. പക്ഷേ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ഒരുവൻ സ്വർഗ്ഗത്തിൽ